ബി.ജെ.പിയിലെ ഫണ്ട് തട്ടിപ്പ് വിവാദവുമായി ആരോപണവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഞങ്ങൾ കർമ്മ ന്യൂസ് ഒരു വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. തുടർന്ന് ഏതാനും മണിക്കൂറുകൾക്കകം ഞങ്ങൾ ആ വാർത്ത പിൻവലിച്ചു, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തു. അതിന് കൃത്യമായ കാരണങ്ങൾ ഉണ്ട്, അത് പറയാം. അതിനു മുൻപ് ബി.ജെ.പിയുടെ അൺഒഫീഷ്യൽ പേജിൽ, അതായത് കേരള ബി.ജെ.പി എന്ന് പറയുന്ന ഒരു പേജ്, ശരിക്കും ബി.ജെ.പിയുടെ ഒഫീഷ്യൽ പേജ് അല്ല ഇത് എന്ന് തോന്നുന്നു, അതിൽ ഒരു വ്യക്തി എഴുതിയ പോസ്റ്റ് അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. എന്നാലും എൻ്റെ കർമ്മ ന്യൂസ് ഇങ്ങനെ പേടിച്ചോടിയാലോ? ഒരു വാർത്ത പ്രക്ഷേപണം ചെയ്താൽ അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം, അല്ലാതെ 24 മണിക്കൂറിനുള്ളിൽ വാർത്ത ഡിലീറ്റ് ചെയ്ത് ഓടുകയല്ല വേണ്ടത്. പേടിക്കല്ലേ വിൻസ് മാത്യു, താങ്കൾക്കുള്ളത് വഴിയേ വരും. വിൻസ് മാത്യു എന്നത് ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ ഒരു വാർത്തയ്ക്ക്, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിനും ഈ ഒരു അഭിപ്രായത്തിനും, ഇത്തരത്തിലുള്ള ഒരു പരിഹാസത്തിനും മറുപടി പറയേണ്ടതുണ്ട്. നമുക്കറിയാം, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ജനങ്ങളാണ് വലുത്, ഇവിടെ നാടാണ് വലുത്. ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരള ഘടകത്തിനെതിരെ, അല്ലെങ്കിൽ തിരുവനന്തപുരം ഘടകത്തിനെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് ഇലക്ഷൻ ഫണ്ട് വെട്ടിച്ചു, കോടികൾ വെട്ടിച്ചു എന്നുള്ളത്. അത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് കേന്ദ്ര നേതൃത്വം അതിൽ ഇടപെടുക തന്നെ വേണം. ഞങ്ങൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തത് ഞങ്ങൾക്ക് കിട്ടിയ കൃത്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല, ഇതൊരു അനാലിസിസ് സ്റ്റോറിയാണ്, ഇതൊരു വിശകലന വാർത്തയാണ്. എല്ലാ മാധ്യമങ്ങളും വിശകലന വാർത്തകൾ ചെയ്യാറുണ്ട്. ആ വിശകലനങ്ങളൊക്കെ തന്നെ 100% സത്യമായി ഭവിക്കണം എന്നില്ല. ഞങ്ങൾക്ക് വിശകലനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ അത് എതിർ വിശകലനം ചെയ്യാൻ ബി.ജെ.പിക്കായാലും മറ്റു മാധ്യമങ്ങൾക്കായാലും സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്കത് ചെയ്യാം, എതിർക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാം. അതൊക്കെ ശരിയാണ്. പക്ഷേ കൃത്യമായ സോഴ്സിൽ നിന്ന്, കൃത്യമായ സ്രോതസ്സിൽ നിന്ന് ഈ ബി.ജെ.പി നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി, രേഖകൾ പുറത്തുവിട്ടതും മാധ്യമങ്ങളെ അറിയിച്ചതുമായ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയുള്ള ആ ഒരു വാർത്തയും അതിൻ്റെ വിശദാംശങ്ങളും കൃത്യമായി കിട്ടിയ ശേഷമാണ് ഞങ്ങൾ ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചത്. അതിനുശേഷമാണ് അറിയുന്നത് അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ഇന്ന് സംഭവിച്ചൊരു കാര്യം 1 മണിക്കൂർ കഴിഞ്ഞ് മാറാമല്ലോ, പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിലായാൽ. കാരണം ഒരേ സ്ഥാനത്ത് ഒരേപോലെ എല്ലാവരും ഇരിക്കണം എന്നൊന്നുമില്ല. അതുപോലെ രാജീവ് ചന്ദ്രശേഖർ ആയാലും സണ്ണി ജോസഫ് ആയാലും എം വി ഗോവിന്ദനായാലും ഒരേ സ്ഥാനത്ത് സംസ്ഥാന അധ്യക്ഷനായി ഇരിക്കണം എന്നൊന്നുമില്ല. ഒരു കുടുംബത്തിലെ കാർന്നോരാണെങ്കിൽ അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം തന്നെയാണ് കാർന്നോർ. അതുപോലെ കാർന്നോരായിട്ടിരിക്കാൻ ഇത് ഒരു സ്വേച്ഛാധിപത്യ രാജ്യമൊന്നുമല്ല, ജനാധിപത്യ രാജ്യമാണ്. അപ്പം അതിൽ മാറ്റങ്ങൾ വന്നേക്കാം എന്ന തരത്തിലാണ് ഞങ്ങൾ ആ വാർത്ത വിശദീകരിച്ചത്, വിശകലനം ചെയ്തത്. അതിന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹസിക്കാനും ഒരുതരം ഭീഷണിയുടെ സ്വരം മുഴക്കാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തും. പിന്നെ വിൻസ് മാത്യുവിനുള്ള പണി വഴിയേ വരും എന്ന് പറഞ്ഞു. ഇതുപോലുള്ള ധാരാളം പണികളും ഈ പണിക്ക് മേലെയുള്ള പണികളും ഒക്കെ തന്നെ ധാരാളമായി കഴിഞ്ഞ 10-35 വർഷമായി അദ്ദേഹം മാധ്യമ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹം കർമ്മ ന്യൂസിൽ വരുന്നതിന് മുമ്പ് തന്നെ പ്രമുഖമായ മാധ്യമങ്ങളിൽ മാധ്യമ പ്രവർത്തനം നടത്തി വന്ന വ്യക്തിയാണ്. ഈ ഒരു രീതിയിൽ ഒരുപാട് എതിർപ്പുകളെയും ഒക്കെ തന്നെ അവഗണിച്ചുകൊണ്ടും ചവിട്ടിമെതിച്ചുകൊണ്ടും തൃണവത്ഗണിച്ചുകൊണ്ടും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടും അവയൊക്കെ തന്നെ തട്ടിമാറ്റിക്കൊണ്ടുമാണ് ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ് വിൻസ് മാത്യു മുമ്പോട്ട് പോകുന്നത്. ഞങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് പിന്തുണയുമായി, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അംഗങ്ങളായ ഞങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തുന്നുണ്ട്. മാത്രമല്ല, കോടാനുകോടി ജനങ്ങളുടെ പിന്തുണ, ലോകത്തെമ്പാടുമുള്ള ഭൂരിഭാഗം മലയാളികളുടെയും പിന്തുണയും ഒക്കെ തന്നെ കർമ്മ ന്യൂസിനും വിൻസ് മാത്യുവിനും ഉണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ പാർട്ടികളുമായിട്ടെല്ലാം നമ്മൾ വളരെ സൗഹൃദപരമായ ഒരു ഇടപാടുകളാണ് നടത്താറ്. ഏത് രീതിയിൽ വന്നാലും, ഇലക്ഷൻ വന്നാലും അല്ലെങ്കിലും ഒക്കെ തന്നെ നമ്മൾ CPM ആയാലും ബി.ജെ.പി ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും ഒക്കെ തന്നെ വളരെ സുതാര്യമായ സംഭാഷണങ്ങളും ചർച്ചകളുമാണ് മാധ്യമങ്ങളും ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളും ഇതുപോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ നടക്കാറ് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം മാത്രമല്ലേ അറിയൂ. ഞങ്ങളങ്ങനെയാണ്. ഞങ്ങൾക്ക് എല്ലാവരുമായിട്ടും വളരെ അടുത്ത ഒരു സൗഹൃദ സ്നേഹബന്ധമുണ്ട്. വാർത്തകളൊക്കെ തന്നെ ചിലപ്പോൾ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ
അത് വിമർശനാത്മകമായി കൊടുത്തേക്കാം, അല്ലെങ്കിൽ അനാലിസിസ് ചെയ്തേക്കാം, വിശദീകരിച്ചേക്കാം, വിശകലനം ചെയ്തേക്കാം. അതൊക്കെ മാധ്യമധർമ്മത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ പോലും അവരുമായിട്ടുള്ള വ്യക്തിഗത രാഷ്ട്രീയമായുള്ള സൗഹൃദം എല്ലാ പാർട്ടികളുമായിട്ടും ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനകീയ മാധ്യമം തന്നെയാണ് കർമ്മ ന്യൂസ്. ഇത്തരത്തിൽ എഴുതിപ്പടച്ചു വിടുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ഏത് നിലവാരത്തിലുള്ള അവസ്ഥയാണ് എന്നുള്ളത് ഇത് എഴുതിയവരും ഇത് ഷെയർ ചെയ്തവരും അല്ലെങ്കിൽ ഇത് പോസ്റ്റ് ഇട്ടവരും ഒക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ തരത്തിൽ ഈ രേഖകൾ പുറത്തുവിട്ടവർക്കെതിരെ നടപടി വരാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയത് തീർച്ചയായിട്ടും അത് വേറെങ്ങുന്നുമല്ല, കൃത്യമായി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സോഴ്സിൽ നിന്നാണ്. അതവർ ചിലപ്പോൾ മാറ്റി കാണുമായിരിക്കാം, അല്ലെങ്കിൽ അവർ അത് വേണ്ടെന്ന് വെച്ച് കാണുമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രഷറോ കാര്യങ്ങളോ സമ്മർദ്ദമോ ഉണ്ടായി കാണുമായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളത് പിൻവലിക്കുകയില്ലാതെ വേറെ മാർഗമില്ല. അതും ഞങ്ങളെ അവർ അറിയിച്ചു. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അത് പിൻവലിക്കേണ്ടി വന്നത്. അങ്ങനെയാണല്ലോ, ഒരു അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ വിശദമായി പറയുകയാണ്, അതിനുശേഷം വരുന്ന ഒരു അപ്ഡേറ്റ് അതിൽ കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ കുറയ്ക്കലുകളോ ഒക്കെ തന്നെ നടക്കും. കിട്ടുന്ന സോഴ്സിൽ നിന്നുള്ള വാർത്തകൾ അനുസരിച്ച് അതിനെ വിശദമായി പരിശോധിച്ച് അന്നേരം കൊടുക്കുന്നു, അത് ജനങ്ങൾ കാണുന്നു. തുടർന്നങ്ങോട്ട് അതിൻ്റെ അപ്ഡേറ്റുകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ആ വാർത്ത കൃത്യമായി തന്നെ അതിൻ്റെ അപ്ഡേറ്റ് വേർഷൻ കൊടുക്കുന്നു. അതാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനകത്ത് എന്ത് ഈ ധർമ്മത്തിന് നിരക്കാത്തതോ അല്ലെങ്കിൽ സത്യത്തിന് നിരക്കാത്തതോ ആയ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എത്ര പരിശോധിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഞങ്ങൾ വാർത്ത ഡിലീറ്റ് ചെയ്തത് ഞങ്ങളുടെ ഭീരുത്വം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നട്ടലില്ലാഞ്ഞിട്ടാണ്, ഞങ്ങൾക്ക് ധൈര്യമില്ലാഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുന്ന ഇത്തരം വളരെ തരം താണ ആരോപണങ്ങൾ നടത്താതിരിക്കാൻ പ്രിയപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെയല്ല, കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് വാർത്ത കൊടുത്തത്. അതിനുശേഷം മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. അത് ഞങ്ങളുടെ കാര്യമല്ല, അത് നിങ്ങളുടെ പാർട്ടിയുടെ കാര്യമാണ്. ഞങ്ങൾക്ക് കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക, നാട്ടുകാരെ ഉത്തരവാദിത്വത്തോടെ സത്യസന്ധമായി കാര്യങ്ങൾ അറിയിക്കുക എന്ന ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളത് തിരുത്തി അടുത്ത വാർത്തയോ അല്ലെങ്കിൽ അതിനടുത്ത വാർത്തയോ അല്ലെങ്കിൽ ഇതുപോലെ വിശകലനങ്ങളോ ഒക്കെ തന്നെ കൊടുക്കാറുമുണ്ട്, കൊടുത്തിട്ടുമുണ്ട്, ഇനിയും കൊടുക്കുകയും ചെയ്യും.